പറപ്പിച്ച് വിടുവാ ഓടുന്നതന്നെ വാടി. നമസ്കാരം ഡാക്കുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു കാർട്ടൂൺ ബസ്, നല്ലൊരു കാർട്ടൂൺ ഏരിയയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് തരുന്നത്, നല്ലൊരു ആനിമേഷൻ ടൈപ്പ്. അതായത് നമ്മൾ ഇതിന് 2D ആനിമേഷൻ കൊടുക്കുകയാണ് ബസ്സിന് അല്ലേ. അപ്പോൾ ജസ്റ്റ് ബസ്സിൻ്റെ ഒരു PNG ഇമേജ് ആണ് അത്. ഞാൻ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് PNG ആക്കി മാറ്റിയാണ്. പിന്നെ 2 ഫോട്ടോസ് അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതിനെ ബസ് ലോങ്ങിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നൊരു ഫോട്ടോ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം വന്ന് നിർത്താൻ വേണ്ടി ഇതുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബസ്സിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഫ്യൂഷനിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്കൊരു മീഡിയ ഇന്നും മീഡിയ ഔട്ടും കിട്ടും. മീഡിയ ഇന്നാണ് നമ്മുടെ ബസ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ജസ്റ്റ് എനിക്ക് ടയർ മാത്രം മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഈ മീഡിയ ഇന്നിനൊന്ന് മാസ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ മീഡിയയിൽ നിന്ന് തന്നെ ഒരുപാട് മെർജുകൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത്, പുതിയൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ പിക്ചേഴ്സൊക്കെ വേറെ വേറെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യത്തിന് F2 പ്രസ് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്യാണ്. ടയർ എന്നുള്ള FTR എന്നുള്ളൊരു ഫ്രണ്ട് ടയർ എന്നുള്ളൊരു പേര് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മാസ്ക് ചെയ്യാൻ പോവുകയാണ്. എന്താ ചെയ്യുക, എനിക്ക് സർക്കിൾ എലിപ്സ് എന്ന് പറഞ്ഞൊരു മാസ്ക് കണ്ടോ, ഇത് മതി കേട്ടോ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് എലിപ്സ് മാസ്ക് അടിച്ച് ചെയ്താൽ ഇവിടെ കണ്ടോ എലിപ്സിൻ്റെ ഒരു മാസ്ക് കിട്ടിയേ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടാൽ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാം കേട്ടോ. വരച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ടയറിൻ്റെ സെൻറ്റർ പോയിന്റിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രസ് ചെയ്തിട്ട് വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തൊന്ന് സ്ക്രോൾ ചെയ്താൽ അത് വലുതാവട്ടെ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ചെറുതാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ടയറിൽ വരുന്ന രീതിയിൽ, ടയറിന് പുറത്ത് ചാടി അല്ല ഉള്ളിലോട്ടായി പോകരുത്, പുറത്തേക്ക് അധികം ചാടി പോവുകയും ചെയ്യരുത്. ഓക്കെ അല്ലേ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു ടയർ സെറ്റാണ്. അപ്പോൾ ഇതിനൊരു മാസ്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഫസ്റ്റ് ടയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റും ആ ടയർ മാത്രം മാസ്ക് ചെയ്തിട്ട് കിട്ടും അല്ലേ. ഓക്കെ, നമ്മൾ ടയറിന് മാസ്ക് കൊടുത്തു അല്ലേ. ഇനി ഈ ടയർ ഒന്ന് കറങ്ങണം. ഫ്രണ്ട് ടയറാണ്. അപ്പോൾ അത് കറങ്ങാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഫ്രണ്ട് ടയർ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടേക്ക് ഒരു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഉടനെ ആഡ് ചെയ്യും. ഇനി ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, ആംഗിൾ റൊട്ടേഷൻ. ഇത് തിരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ ടയർ മൊത്തത്തിൽ കറങ്ങും. കണ്ടോ, ഇങ്ങനെയല്ല നമ്മൾ കറങ്ങണ്ടേ അല്ലേ. ടയർ നടുവിൽ കറന്നിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടിന് ചുറ്റുമാണ് കറങ്ങണ്ടേ അല്ലേ, ടയർ കറങ്ങുമ്പോൾ തന്നെ. ഓക്കെ, അതിന് എന്താ ചെയ്യുന്നത് അറിയാം, ഇവിടെ ഒരു പിവോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കണ്ടോ, ഇതാണ് ആ പിവോട്ട്. ഈ പിവോട്ടിനെ എവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിവോട്ടിനെ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പിവോട്ടിനെ കിട്ടും. പിന്നെ അതിനെ വലിച്ചിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് ഇവിടേക്ക് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി ഞാൻ ആ റൊട്ടേഷൻ തിരിക്കുമ്പോൾ നോക്കിയോ, ടയറാണ് കറങ്ങുന്നത്. കണ്ടോ, പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ആ പച്ച കളർ അങ്ങ് മാറ്റിയാൽ നോക്കിക്കോ, കണ്ടോ ഒരു കാർട്ടൂണിൻ്റെ വണ്ടി കറങ്ങുന്ന ആ ഒരു സ്റ്റൈൽ കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. ഇനി ഈ ട്രാൻസ്ഫോമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് റീസെറ്റ് ചെയ്യട്ടെ. ഇത് ജസ്റ്റ് ഇവിടെ റീസെറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിവോട്ടൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഇവിടെ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും റീസെറ്റ് ഉണ്ടാവും. സെറ്റ് ഡിഫോൾട്ട് കൊടുത്തേ, സെറ്റല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോണേ, 0 ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു കീ ഫ്രെയിമിൻ്റെ ഐക്കൺ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ലാസ്റ്റ് തരുന്നത് 119ാമത്തെ ഫ്രെയിമിലാണ്. അപ്പോൾ ആ ഫ്രെയിമിൽ കൊണ്ടുവച്ച ശേഷം ഞാൻ ഈ ആംഗിളില്ലേ, ഈ ആംഗിൾ ബാക്കോട്ടേക്ക് തിരിക്കാൻ പോകണം. അപ്പോഴാണ് ടയർ മുന്നോട്ട് കറങ്ങുക അല്ലേ. അതുമാതിരി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടയർ ബാക്കോട്ടായി പോകും തിരികെ. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു -2000 എന്നുള്ള വേണമെങ്കിൽ 1000ലേക്ക് കൊണ്ടുപോയി വെച്ചു അല്ലേ. അപ്പോൾ മെല്ലെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യും. വേണമെങ്കിൽ നമ്മൾ മാനുവലി 1000 എന്ന് ടൈപ്പ് ചെയ്തും കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ തിരിഞ്ഞു എന്താ അറിയോ, 1000 എന്നാണ് ഇവിടെ കൊടുത്ത്. ലാസ്റ്റ് കൊണ്ടുവച്ചാൽ -1000 കൊടുക്കണം കേട്ടോ. സോറി, അങ്ങനെ അബദ്ധം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവിടെ ഒരു മൈനസ് ഇല്ലാത്തതിൻ്റെ കുറവാണ്, ആലോചിച്ച് വെച്ചോട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് കൊണ്ടുവച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ വണ്ടീൻ്റെ ടയർ അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടയർ കിട്ടണം അല്ലേ. അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, സാധാരണഗതിയിൽ നമുക്ക് ഇവിടേക്ക് ഒരു മെർജിനോട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോഡ് കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് ബാക്കോട്ട് എടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മെർജായിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ എന്താണെന്നറിയോ, അത് പുതിയ ആൾക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകും. അത്യാവശ്യം അറിയുന്നവൻ നമ്മൾ ചോദിക്കും ഇങ്ങനെ ചെയ്താൽ പോരെയും ചോദിക്കും. അങ്ങനെ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറയുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം, ഇവനെ തന്നെ ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഏത് നോഡാണ് എങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, F2 അടിച്ചിട്ട് ബാക്ക് ടയർ എന്ന് അടിച്ചു. എന്നിട്ട് അതിനെ ഞാൻ ഈ ഒരു മെർജിൻ്റെ ഈ പച്ച കണക്റ്റിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. മെർജ് എവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നോഡാണ് കേട്ടോ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടാൽ മതി. വണ്ടി തന്നെ പിന്നെ അപ്പിയർ ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവനും ഈ ഒരു മാസ്കിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. കമാൻഡ് C, വിൻഡോസിലാണെങ്കിൽ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. ഇവനിൽ ഇതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, Command V, Ctrl V. അപ്പോൾ അടുത്ത ടയർ ഡ്യൂപ്ലിക്കേറ്റ് ആയില്ലേ.
ഇനി അത് ബാക്കോട്ടേക്ക് കൊണ്ടുവെക്കണം. അത് ബാക്കോട്ടേക്ക് കൊണ്ടുവെക്കണമെങ്കിൽ ആദ്യം നമുക്ക് വണ്ടിനെ ഒന്ന് കാണണം അല്ലേ, വണ്ടി എവിടെയാണുള്ളത് ഒന്ന് കാണണം. അപ്പോഴേ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടീനെ ഞാനൊന്ന് ഇവിടേക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ കോപ്പി ചെയ്ത ഇതിനെ തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് കമാൻഡ് വി അടിക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു കണക്ഷൻ ആയില്ലേ. അപ്പോൾ എന്താണ് ഈ വന്ന് വണ്ടി മൊത്തത്തിലാണ്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലേ. F2 ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയി. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ഈ പച്ച കണക്ടറിൽ കണക്ട് ആകാൻ പാടില്ല. അത് ഫോർഗ്രൗണ്ടിൻ്റെ കണക്ടറാണ്. ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ മഞ്ഞ കണക്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് ടി, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ടി ആയിരിക്കും, അടിച്ചു കൊടുത്താൽ സ്വാപ്പ് ആവും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ വണ്ടി ബാക്ക്ഗ്രൗണ്ട് പോയി, ടയർ രണ്ടും ഫ്രണ്ടിൽ വന്നു. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഈ ടയറിൻ്റെ പൊസിഷൻ ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. ഈ ഒരു മെർജിനെ ക്ലിക്ക് ചെയ്യുക. ഈ മെർജിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇവിടെ കൊണ്ട് വെക്കുക. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, ടയർ കറങ്ങുന്നുണ്ട് അല്ലേ. ഫ്രണ്ടിലെ ബാക്കിലെ ടയർ എന്താ കറങ്ങാത്തത്, അതിന് ഒരു ട്രാൻസ്ഫോം എന്നുള്ള നോഡ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസ്ഫോമിൽ തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്യുക, ഈ ബാക്ക് ടയറിൽ വരിക, പേസ്റ്റ് ചെയ്യാം. ഡൗട്ട് ഇല്ലല്ലോ, ഞാൻ പറയുന്നത് ഫാസ്റ്റ് ഒന്നും ആയി പോകുന്നില്ല, കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, രണ്ട് ടയറും കറങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ. ഇതൊന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ഈ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു നോഡല്ലേ, ഇതിനെ തന്നെ നമ്മൾ ഒന്നുകൂടെ കോപ്പി ചെയ്യാം. കമാൻഡ് സി അടിച്ച് കോപ്പി ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മെർജിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. സെറ്റല്ലേ. അത് ഫോർഗ്രൗണ്ടിൽ കണക്ട് ആവണം കേട്ടോ, ഈ പച്ചയിൽ കണക്ട് ആവണം. ഓക്കെ ആണേ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ, ഇവിടെ ചെറിയൊരു മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അത് ഈ ഒരു മാസ്ക് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസ്കിനെ ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ സെറ്റല്ലേ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ആ മാസ്കിനെ ഇത്തിരി ചെറുതാക്കിയിട്ട് ആ മാസ്കിനുള്ളിലുള്ള ഭാഗം മാത്രമേ ഇനി കാണുള്ളൂ കേട്ടോ വണ്ടിയുടെ. അത് ഞാൻ ഇവിടേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. കണ്ടോ കറക്റ്റായിട്ട് ആ ടയർ ഉള്ളിൽ പോയില്ലേ. സെറ്റല്ലേ. ഇനി എന്താണ്, ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്, വണ്ടി തന്നെ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ പുറത്തേക്ക് വന്ന ശേഷം ഈ വണ്ടിയുടെ മൊത്തത്തിൽ വണ്ടിയുടെ വലിപ്പം നമുക്കൊന്ന് ചെറുതാക്കാനും വലുതാക്കാനും ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നോഡില്ലേ, അതായത് മീഡിയ ഔട്ടിന് തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു നോഡ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്തോട് ചെയ്ത് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ട് ട്രാൻസ്ഫോമിന് ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം. അപ്പോൾ മൊത്തത്തിലാണ് ചെറുതാവുക. ഞാനിവിടെ ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ, സ്ക്രീൻ ഒന്ന് ഫിറ്റ് ചെയ്തു. നോക്കിക്കോ, സൈസ് കുറയ്ക്കുമ്പോൾ നോക്കിക്കോ, കണ്ടോ വണ്ടി മൊത്തത്തിലാണ് ചെറുതാവുക. ഓക്കെ. അതിന് വരെ നമ്മൾ ഇവിടെയൊക്കെയാണ് ചെറുതാക്കുന്നതെങ്കിൽ വണ്ടിയുടെ ഓരോ പാർട്ട് നമ്മൾ ടയർ വേറെ എടുത്ത് വെച്ചില്ല, അതൊക്കെ ചെറുതായി പോകും. ഇനി നമുക്ക് എന്താ വേണ്ടേ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് ആ ഇമേജിന് ആഡ് ചെയ്യണം അല്ലേ. വീണ്ടും മീഡിയ പൂൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പിക്ചറാണ് ആഡ് ചെയ്യേണ്ടെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്യുക, ഇതിൻ്റെ ഔട്ടിൽ കൊടുക്കുക. അപ്പോൾ എന്താവും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ച കണക്ടറാണ് കണക്റ്റ് ആവുന്നതെങ്കിൽ ഇത് ഫോർഗ്രൗണ്ട് ആയി പോവില്ലേ. ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് വേണ്ടത്. ഇത് വണ്ടിയുടെ, അതായത് വണ്ടി ഫോർഗ്രൗണ്ടിലും ഇമേജ് ബാക്ക്ഗ്രൗണ്ടിലും വരണം. അപ്പോൾ നമ്മൾ വീണ്ടും കമാൻഡ് ടി, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ടി ആയിരിക്കും, അടിച്ച് കഴിഞ്ഞാൽ സ്വാപ്പായി. അപ്പോൾ ഇവൻ വന്നു അല്ലേ. ഇനി ഇവൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെന്ത് വേണം, ട്രാൻസ്ഫോമിൽ വരിക, എന്നിട്ട് നമുക്ക് ഇവിടെയാണ് വേണ്ടെങ്കിൽ ഇവിടെ വെക്കുക. ഇപ്പോൾ ഒരു 2D ഇമേജ് ആണ്, അതിനനുസരിച്ച് വേണം കാണാൻ കേട്ടോ. 3D ആനിമേഷനായിട്ട് തോന്നരുത്. ഇത്തിരി കൂടെ സ്കെയിൽ കൂട്ടണമെങ്കിൽ സ്കെയിൽ കൂട്ടാം. ഓക്കെ സെറ്റല്ലേ. ഇനി ഈ വണ്ടി ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്ത് പോകണം അല്ലേ. ട്രാൻസ്ഫോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഹെഡർ ഇല്ലേ ചുവപ്പ്, ഇത് 0-ൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചുവന്ന ഐക്കണായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ലാസ്റ്റ് 115-ലേക്ക് തന്നെ 119-ലേക്ക് തന്നെ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ഇവൻ്റെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ മെല്ലെ ആയിരിക്കും വണ്ടി പോകാൻ. കണ്ടോ. ഇപ്പോൾ ഞാനൊരു ഫുൾ സ്ക്രീൻ ആയിട്ട് കാണിച്ചു തരാം. നോക്കിക്കോ, വണ്ടി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവുകയാണ്. ഓക്കെ. നമ്മൾ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ആയില്ലേ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വേണ്ടി ഞാൻ ഈ ഒരു പിക്ചറാണ് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഈ പിക്ചറിനെ ഞാൻ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. എന്നിട്ട് വണ്ടി ഇവിടെ ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരൊറ്റ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് മെല്ലെ എവിടേക്ക് നീങ്ങി വന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് പോകുക, അങ്ങനെ എന്തെങ്കിലും ആനിമേഷനാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട്, അതൊന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് ഫ്യൂഷൻ ക്ലിപ്പായിട്ട് മാറി. വീണ്ടും പഴയ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് തന്നെ ഹെഡർ കൊണ്ടുവയ്ക്കുക. ഈ ചുമന്ന സംഭവം ഇതാണ് ഹെഡർ കേട്ടോ. പ്ലേ ഹെഡർ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഫ്യൂഷനിൽ വന്നിട്ട് നമ്മുടെ ഈ ലാസ്റ്റ് 3 ഭാഗങ്ങളുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് മാത്രം വരുന്നത്, അത് അവിടെ ഒഴിവാക്കിയിട്ട് വണ്ടിയുടെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വലിച്ചിട്ട് നോക്കിയാൽ അറിയാം വണ്ടിയുടെ മൊത്തം സംഭവം വരുന്നതില്ലേ, അതിനെ മൊത്തം ഞാനൊന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്തു.
കമാൻഡ് സി അടിച്ച് കോപ്പി ചെയ്തു. ഓക്കെ അല്ലേ? വിൻഡോസിലാണ് കൺട്രോൾ സി കേട്ടോ. വീണ്ടും ടൈം ലൈനിൽ വരിക, ഈ ഒരു ക്ലിപ്പിന് മുകളിലേക്ക് ഹെഡർ കൊണ്ടുവയ്ക്കുക. നിർബന്ധമാണ്, ഹെഡർ ഇങ്ങോട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ പഴയ ക്ലിപ്പ് തന്നെയാണ് ഓൺ ആവാൻ. എന്നിട്ട് വീണ്ടും ഫ്യൂഷനിലേക്ക് വരികയാണ്. നേരത്തെ അത്ര പണി ഇതിലില്ല കേട്ടോ, വേഗം കഴിയേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പെൻഡ് ചെയ്തിട്ടു. എന്നിട്ട് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് വി കൺട്രോൾ വി പേസ്റ്റ് അടിച്ചു. ഇതിന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ താഴേക്ക് എടുത്ത് വെച്ചിട്ട് ഈ ലാസ്റ്റ് വന്ന ട്രാൻസ്ഫോം നോഡിന്ന് ഒരു പൈപ്പ് വലിച്ചിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈൻ വലിച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ മെർജിൻ്റെ ഔട്ട് എടുത്തിട്ട് ഔട്ടിലേക്ക് കൊടുത്ത്, കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു അല്ലേ? ഓക്കെ. ഇനി അതിന് പകരം വണ്ടി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് തിരിഞ്ഞു പോയതാണോ നോക്കിയിട്ട് സ്വാപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ വീണ്ടും ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് വണ്ടീനെ ഒന്ന് ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് വരും. കാര്യം എന്താ, നേരത്തെ നമ്മളൊരു കീ ഫ്രെയിം ഇതിന് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതേപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ടറിൽ വന്നിട്ട് റീസെറ്റ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ കീ ഫ്രെയിം മൊത്തം പോയി. ഓക്കെ ആണ്. ഇനി വണ്ടീനെ വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു സൈസ് മതി അല്ലേ? വലിയ ഒരു സൈസിൽ നിന്നോട്ടെ. വണ്ടി ഇവിടുന്ന് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 16 സെക്കൻഡ് ആകുമ്പോഴേക്കും സ്പീഡിൽ ഇവിടെ വന്നിട്ട് ഒറ്റ നിൽക്കലും അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് മെല്ലെ അങ്ങ് നീങ്ങിക്കണം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഹെഡറിനെ നേരെ വലിച്ചിട്ട് സീറോയിൽ കൊണ്ടുവയ്ക്കുക. നിർബന്ധമാണ്, സീറോയിൽ കൊണ്ടുവച്ചിട്ട് സെൻറ്റർ പോയിന്റ് ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ഇനി നേരെ ഒരു 16ാമത്തെ ഫ്രെയിമിൽ വന്നിട്ട് അപ്പോഴേക്കും ഇവിടെ എത്തണം അല്ലേ? എന്ത് ചെയ്യുക, സെൻറ്റർ പോയിന്റിനെ മുന്നോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ 16ാമത്തെ മിനിറ്റ് ആകുമ്പോൾ ഇവിടെ എത്തി അല്ലേ? 15ാമത്തെ മിനിറ്റ് അല്ല, 16ാമത്തെ ഫ്രെയിം ആകുമ്പോൾ ഇവിടെ എത്തി. സെറ്റാണ്. ഇനി ഇത്രയും കൂടെ മുന്നോട്ടേക്ക് നീങ്ങണം അല്ലേ? അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, ഇവിടെ എത്തി സഡൻ ബ്രേക്ക് ഇടണം അല്ലേ? അതിന് വേണ്ടിയിട്ട് 12ാമത്തെ ഒരു ഫ്രെയിം എത്തുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഇടണം. 12ാമത്തെ ഫ്രെയിമിൽ ബ്രേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കണ്ടോ, ആംഗിളിൽ ഞാനൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. എന്നിട്ട് 13ാമത്തെ ഫ്രെയിമിലേക്ക് കീബോർഡിൽ ആരോക്കി ഒന്ന് മുന്നോട്ടേക്ക് നീക്കി കൊടുത്തായിട്ടോ. ഇട്ടിട്ട് വണ്ടി ഒന്ന് ജെർക്കാകുന്ന ഫീല്, ബാക്കോട്ടേക്ക് ഒരു -5 ഒറ്റ കൊടുത്താൽ മതിയാവും അല്ലേ? ഞാനൊരു -6 കൊടുക്കുകയാണ്. സെറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ഈ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. എന്നിട്ടൊരു 16ാമത്തെ പോയിന്റ് എത്തുമ്പോൾ ഇത് താഴേക്ക് തന്നെ വീഴണം അല്ലേ? എന്ത് ചെയ്യുക, മെല്ലെ സീറോയിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ. എന്നിട്ട് ഒരനക്കം കൂടെ മുന്നോട്ടേക്ക് പോകണം അല്ലേ? 0.8 -0.8 ആണ് കൊടുത്തത്. കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടേക്ക് പോയിട്ട് വീണാൽ മതി അല്ലേ? ആ 16 സെക്കൻഡിൽ വണ്ടി നിന്നു. പിന്നെ മുന്നോട്ടേക്ക് ഒരു 40 വേണ്ട, ഒരു 50 ഫ്രെയിം മുന്നോട്ടേക്ക് കൊണ്ടുവച്ചിട്ട് ഒരനക്കം കൂടെ വണ്ടീനെ മുന്നോട്ടേക്ക് സെൻറ്റർ പോയിന്റ് നീക്കി കൊടുക്കുക. സെറ്റ് അല്ലേ? ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, വിചാരിച്ച പോലെ ആയിണ്ടോ ഇല്ലെന്നുള്ളത്. ഫും എന്ന് വന്ന് കണ്ടോ, ഒരു വണ്ടി വരുന്ന സ്പീഡിനെക്കാളും വലിയ ബ്രേക്ക് ആയി പോയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ 13ാമത്തെ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് -6 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു -2.5 കൊടുത്തു നോക്കാം അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. അത് ഏകദേശം റെഡിയാണ് അല്ലേ? അവിടെ എത്തുമ്പോഴേ നിൽക്കണം, ഏകദേശം ഒരു 35 ഫ്രെയിം ആവുമ്പോഴേ വണ്ടി നിൽക്കണം അല്ലേ? പിന്നെയും മുന്നോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വെച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. വണ്ടി വന്ന് ബ്രേക്ക് ഇടുന്നു, നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവം ഇതാണ്. ഇനി നമുക്കൊരു ഷമീറിനെ കൊണ്ടുവരണം അല്ലേ? ഒരു പോലീസുകാരനെ കൊണ്ടുവരണം. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഇതുപോലെ തന്നെ ഒരു കാർട്ടൂൺ PNG പോലീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എനിക്കൊരു ഷമീറിനെ കിട്ടി. ഞാൻ ജസ്റ്റ് ഷമീറിനെ എവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടേക്ക് മെർജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഷമീറിൻ്റെ അകത്ത് നിന്ന് വലിച്ചിട്ട് ഇവിടേക്ക് മെർജ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഫോർഗ്രൗണ്ട് തന്നെ വന്നോളൂ. മറ്റേത് ബാക്ക്ഗ്രൗണ്ട് കണക്ടറിൻ്റെ കാര്യം ഇനി പറയണ്ടല്ലോ. ഓക്കെ. ഇനി ഇവൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്യാണ്. ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തു. എന്നിട്ട് ഇത്തിരി സൈസൊക്കെ സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഒരു പൊസിഷനിൽ വണ്ടി ഇവിടെ നിർത്താൻ വേണ്ടി ഇവിടെ സെറ്റാക്കിയേ. പിന്നെന്താ, പിന്നെ ഇവിടുന്ന് മുകളിൽ സൂം കൂടി പറന്ന് വരണം അല്ലേ? അത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. ട്രാൻസ്ഫോം നോഡിൽ നമ്മൾ നേരെ ചെയ്ത അതേ സംഭവം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഷമീറിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഷമീർ ഒരു ഈ ജമ്പായിട്ട് വണ്ടി ഇവിടെ ഷമീറിനെ കാണുമ്പോഴല്ല വണ്ടി നിർത്തണ്ടല്ലേ? ഏകദേശം ഇവിടെ എത്തുമ്പോഴേ ഷമീർ ഇവിടെ വന്ന് ഇറങ്ങണം. 12ാമത്തെ ഫ്രെയിമിൽ. അപ്പോൾ ഈ ഒരു 12ാമത്തെ ഫ്രെയിമിൽ ഹെഡർ കൊണ്ടുവച്ച ശേഷം ഷമീറിന് അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക, സെൻറ്റർ പോയിന്റിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ബാക്കോട്ടേക്ക് കൊണ്ടുവന്ന് 0 ഫ്രെയിമിൽ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് മേലോട്ടേക്ക് എങ്ങോട്ടെങ്കിലും ഒളിപ്പിച്ച് വെക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ നോക്കിക്കോ, പ്ലേ ചെയ്യുന്ന സമയത്ത് ആൾ വൂം എന്ന് പറഞ്ഞു വരും. ഇതിപ്പോൾ ഷമീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രസം ഒരു മോഷൻ ബ്ലർ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ ട്രാൻസ്ഫോം തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ കൺട്രോളിൻ്റെ തൊട്ടപ്പോൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ മോഷൻ ബ്ലർ എന്നൊരു ഓപ്ഷൻ കണ്ടോ അവിടെ, അതൊന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഇപ്പം നോക്കിക്കോ,
ആൾ വരുന്ന സമയത്ത് ഒരു മോഷൻ ബ്ലർ ഉണ്ടാവും കണ്ടോ, ഒരു ബ്ലറായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അയാൾ എവിടുന്നോ വരുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ക്വാളിറ്റി ഒക്കെ എത്ര ഷട്ടർ തരണം എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഷട്ടറിൻ്റെ ആംഗിള് അതുപോലെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയിൽ കിട്ടും. മോഷൻ ബ്ലർ നമുക്ക് ആവശ്യത്തിന് ഇടുക കണ്ടോ. ഓക്കെ, അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് പേടിച്ചിട്ട് വണ്ടി അവിടെ നിർത്തുന്നത് ആ ഒരു സീൻ കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ അത്രേ ചെയ്യാനുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ഇടുക. നമുക്ക് ഇനിയും സിമ്പിളായിട്ട് പറയാം അല്ലേ, കുറച്ചും കൂടെ രസകരമായിട്ട് പറയാം. ഇന്ന് എനിക്കെന്തോ പനിയൊക്കെ ആയിട്ടൊരു മൂഡ് കിട്ടുന്നില്ല, പറയാനൊന്നൊരു മൂക്കൊക്കെ അടച്ചിട്ട് ഒരു സുഖം കിട്ടില്ല, ഇത്തിരി ബോറിംഗ് ആണെന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് ഇങ്ങനത്തെ കാർട്ടൂൺ അനിമേഷൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.